കമ്പ്യൂട്ടർ സയൻസ് ഇന്റർവ്യൂകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കാം നിങ്ങൾ. കമ്പ്യൂട്ടർ സയൻസ് ഇന്റർവ്യൂകളിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടാക്കുന്ന ചില ഭാഗങ്ങൾ, കമ്പ്യൂട്ടർ സയൻസിലെ ചില ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതിന് മുന്നേ നമ്മൾ എന്താണ് ഇന്റർവ്യൂ പ്രോസസ്സ്, ഇതിൻ്റെ എന്തൊക്കെ സ്റ്റെപ്പുകളാണുള്ളത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്ത് 3 റൗണ്ടുകളാണ് മേജർലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പാകത്തിലുള്ളത്. ഒന്നാമത്തെ കോഡിംഗ് റൗണ്ട്. കോഡിംഗ് റൗണ്ടിനകത്ത് നിങ്ങളുടെ ഡേറ്റ സ്ട്രക്ചേഴ്സിനകത്തുള്ള സ്കില്ലുകൾ, പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ, ഇതൊക്കെയാണ് അവിടെ നമുക്ക് മേജർലി നോക്കേണ്ടതുള്ളത്. രണ്ടാമത്തെ ടെക്നിക്കൽ റൗണ്ട്. ടെക്നിക്കൽ റൗണ്ടിനകത്ത് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഡാറ്റാ ബേസസ്, സിസ്റ്റം ഡിസൈൻ, വെബ് ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള നിങ്ങളുടെ സ്കില്ലുകളാണ് അവിടെ ടെസ്റ്റ് ചെയ്യുക. മൂന്നാമതായിട്ട് HR റൗണ്ട്. HR റൗണ്ടിനകത്ത് നമ്മുടെ ബിഹേവിയർ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതേപോലെ തന്നെ നമ്മുടെ പ്രോജക്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ HR റൗണ്ടിലാണ് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് ടോപ്പിക്സിലേക്ക് പോവാം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഇന്റർവ്യൂകളിൽ നമ്മൾ ഏറ്റവും എക്സ്പെക്ട് ചെയ്യേണ്ട ചില കമ്പ്യൂട്ടർ സയൻസ് ഭാഗങ്ങൾ, അല്ലെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂവേഴ്സ് സ്ട്രെസ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഊപ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, അതിനകത്ത് നമുക്ക് ഒബ്ജക്ട്സ്, ക്ലാസസ്, അതേപോലെ തന്നെ അതിൻ്റെ 4 പില്ലേഴ്സ്, അതായത് ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം, എൻകാപ്സുലേഷൻ. പോളിമോർഫിസത്തിലാണെങ്കിൽ അതിലെ മെത്തേഡ് ഓവർ റൈഡിങ്, മെത്തേഡ് ഓവർലോഡിങ്, ഇതെല്ലാം അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതെല്ലാം റിയൽ വേൾഡ് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. അതേപോലെ തന്നെ റിയൽ വേൾഡ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതിൻ്റെ ഒരു പൈത്തൺ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അതെങ്ങനെ നിങ്ങൾക്ക് ഒരു കോഡായിട്ട് അവതരിപ്പിക്കാം എന്നുള്ളത് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം ഇന്റർവ്യൂവേഴ്സ് പല രീതിയിലാണ് ചോദിക്കുക. നമുക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നിങ്ങളുടെ ഊപ്സ് കൺസെപ്റ്റ് എത്രത്തോളം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് അതിലൂടെ മനസ്സിലാവും. പക്ഷേ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ VS കോഡ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളോട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറയാം, അതിലൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഒരു പോളിമോർഫിസം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഒരു പോളിമോർഫിസം ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അത് എങ്ങനെയാണ് കോഡ് എഴുതേണ്ടത് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഗൂഗിളും ടെസ്ലയും ഒക്കെ ഇപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് നിങ്ങളുടെ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ്. അപ്പം ഡേറ്റ സ്ട്രക്ചേഴ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ഡാറ്റ എങ്ങനെയാണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സേവ് ചെയ്ത് വെക്കുന്ന പല രീതിയിലാണ്. പല രീതിയിലും സേവ് ചെയ്ത് വെക്കുന്നതിന് പല റീസൺസ് ഉണ്ട്. ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് സെർച്ചിങ്ങിന് എളുപ്പത്തിനായിരിക്കാം, സോർട്ടിങ്ങിന് എളുപ്പത്തിനായിരിക്കാം. നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്ന ഏത് രീതിയിലാണ് നമുക്ക് പുറത്തെടുക്കേണ്ടത്. ഇപ്പം ഡേറ്റ സ്ട്രക്ചേഴ്സ് പറയുകയാണെങ്കിൽ അറേസ്, ലിങ്ക് ലിസ്റ്റ്, അതേപോലെ തന്നെ സ്റ്റാക്ക്, ക്യൂ, ട്രീ, ഹീപ്പ്, ഗ്രാഫ്, ഇങ്ങനെ ഒരുപാട് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റ സ്ട്രക്ചേഴ്സ് പ്രധാനമായിട്ടും ലീനിയർ, നോൺ ലീനിയർ ആയിട്ട് നമ്മൾ തരംതിരിക്കും. അതിനകത്ത് നമുക്ക് ഈ ഡാറ്റ സ്ട്രക്ചേഴ്സിനകത്ത് ഇത് ഓരോ ഡാറ്റ സ്ട്രക്ചേഴ്സും പല രീതിയിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ തന്നെ സെർച്ചിങ്, സോർട്ടിങ്, അതിനകത്തേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനുള്ളത്, അതിനകത്തുനിന്ന് ഡാറ്റ പുറത്തേക്ക് എടുക്കാനുള്ളത്. ഇപ്പോൾ സ്റ്റാക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പുഷും പോപ്പും ഓപ്പറേഷൻസ് ആണ്. ക്യൂവിൽ ഓപ്പറേഷൻസ് ഉണ്ട്, NQ DQ ഉണ്ട്. അപ്പോൾ ഒരു ട്രീനകത്തേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനകത്തുനിന്ന് ഡാറ്റ എങ്ങനെയാണ് പുറത്തെടുക്കുന്നത്, ഇങ്ങനെ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ, അതിനകത്തുള്ള അൽഗോരിതംസ്. അപ്പം DFS, BFS, ഗ്രാഫിനകത്താണെങ്കിൽ, ട്രീക്കകത്താണെങ്കിൽ, ഇങ്ങനെ ഒരുപാട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം വളരെ ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു മേഖലയാണ്. ടെക് ജയൻസ് വരെ ഇതിലാണ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം അറിയാമെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് അത്രയും പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടെന്നാണ് അർത്ഥം. അതായത് ആ കമ്പനിക്ക് വരുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ ക്ലയൻസ് പറയുന്ന പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് അർത്ഥം. സോ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ അൽഗോരിതംസിൽ സെർച്ചിങ്, സോർട്ടിങ് അൽഗോരിതംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെർച്ചിങ്ങിനകത്ത് ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്, ഇങ്ങനെ ഒരുപാട് സെർച്ചിങ് അൽഗോരിതംസ്, അതേപോലെ തന്നെ മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട് പോലുള്ള സോർട്ടിങ് അൽഗോരിതംസ്, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. പിന്നെ നമുക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഏതൊരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള പ്രൊജക്റ്റുകളാണെങ്കിലും അവിടെ നമുക്ക് ഡാറ്റാബേസ് എപ്പോഴും നമുക്ക് വേണം. അപ്പോൾ ഈ ഡാറ്റാബേസ് തന്നെ മാനേജ് ചെയ്യാനുള്ള, അതിനെ സ്ട്രക്ചർഡ് ആയിട്ട് സ്റ്റോർ ചെയ്യാനും അതിനകത്തുനിന്ന് കാര്യങ്ങൾ റിട്രീവ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം DBMS. അതുപോലെ തന്നെ റിലേഷണൽ ഡാറ്റാബേസ്, നമുക്കറിയാം ടാബുലർ ഫോമിൽ, അല്ലെങ്കിൽ ഒരു ടേബിൾ രീതിയിൽ നമുക്ക് ഡാറ്റയെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ്. അതിനകത്ത് അത് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് SQL ആണ്. ഓർമ്മ വരുന്നതല്ല, ആക്ച്വലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഭാഗം തന്നെയാണ്. SQL നിങ്ങൾ ഏതൊരു നൗക്കറി എടുത്താലും, ലിങ്ക്ഡിൻ എടുത്താലും, ജോബ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കീ സ്കിൽസിനകത്ത് എപ്പോഴും കാണാൻ പറ്റുന്ന ഭാഗങ്ങളാണ് DBMSഉം SQL ഒക്കെ. അപ്പം SQLനകത്ത് DML, DCL, DDL കമാൻഡുകൾ, അതിനകത്തുള്ള ജോയിൻസ്, ടേബിൾസിനെ ജോയിൻ ചെയ്യാനുള്ള കമാൻഡുകൾ, ഇങ്ങനെയുള്ള കമാൻഡ്സ്. അതേപോലെ തന്നെ DBMSലെ കൺസെപ്റ്റ്സ്, അസറ്റ് പ്രോപ്പർട്ടീസ്, ട്രാൻസാക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇതുകൂടി നിങ്ങൾ എന്ത് തന്നെ ആയാലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ
ഒപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ സ്കില്ലുകളുടെ ഒക്കെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. പൈത്തണാണ് ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലൈക്ക് പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തണാണ്. അപ്പോൾ പൈത്തൺ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ പൈത്തൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈക്ക് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം. അതിനകത്ത് അൽഗോരിതംസ് പൈത്തൺ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതേപോലെ തന്നെ പൈത്തൺ വെച്ച് നമുക്ക് ജാങ്കോ പോലുള്ള ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ഇതേപോലെയുള്ള ഡാറ്റാബേസ് യൂസ് ചെയ്യും. അപ്പോൾ ഡാറ്റാബേസ് ഇപ്പം ജാങ്കോ ആണെങ്കിൽ നമുക്ക് ORM ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്പം നോട്ട് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ഫ്രെയിം വർക്ക് കൂടി പഠിക്കുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലയൻസിലേക്ക് അല്ലെങ്കിൽ കമ്പനീസ് ക്ലയൻസിലേക്ക് എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ലൈക്ക് കൊടുക്കുന്നത്, ഒരു പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് ഡെലിവറി ചെയ്യണമെങ്കിൽ ഒരു വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ ആയിട്ടായിരിക്കും. അപ്പോൾ അതിന് നമുക്കൊരു ഫ്രെയിം വർക്കും കൂടി പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ആൻഡ് ഇതുപോലെ കമ്പ്യൂട്ടർ സയൻസിലെ കോ ടോപ്പിക്കുകളിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതിനകത്ത് നമുക്ക് മൾട്ടി ത്രെഡിങ്, പ്രോസസ് മാനേജ്മെന്റ്, ഷെഡ്യൂളിംഗ്, TCP/IP, HTTPയും HTTPSഉം, അതേപോലെ തന്നെ ലോഡ് ബാലൻസേഴ്സ്, ഇതിനകത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതുകൂടി നിങ്ങൾ ഓർത്ത് പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെബ് ഡെവലപ്മെന്റ്, നമ്മൾ ജാങ്കോ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വെബ് ഡെവലപ്മെന്റ് നമുക്ക് ഇപ്പം നമുക്കറിയാം, ഒരു നമ്മൾ ലൈക്ക് നമ്മുടെ പോസ്റ്റ് എങ്ങനെയാണെന്നനുസരിച്ച് മോസ്റ്റ് പ്രോബബ്ലി നമ്മളിപ്പം ഇതേ പറഞ്ഞ പോലെ പൈത്തൺ ജാങ്കോ ഡെവലപ്പർ, പൈത്തൺ ഡെവലപ്പർ, ഈ റോളുകളിലേക്കാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു വെബ് ഡെവലപ്മെന്റ് ഫ്രെയിം വർക്കും കൂടി അറിയാം എന്ന് പറയുന്നത് ആ സമയത്ത് നിങ്ങളുടെ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ലൈക്ക് ഹയർഡ് ഈസ് ഹൈ. അപ്പം ആ സമയത്ത് നമുക്ക് അതേപോലെ തന്നെ അതിനകത്ത് വെബ് ഡെവലപ്മെന്റിനകത്ത് നമുക്ക് വരുന്ന APIs വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പം ചോദിച്ച് കാണാവുന്ന ഭാഗങ്ങളാണ് REST APIs. REST API എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പ്രോഗ്രാം എഴുതും. ആ പ്രോഗ്രാം ഫ്രണ്ട് എൻഡിലുള്ള ഏത് ഫ്രെയിം വർക്ക് ആയിക്കോട്ടെ, ഫ്രണ്ട് എൻഡിൽ ഇപ്പം വെബ്സൈറ്റ് ആണെങ്കിൽ ഫ്രണ്ട് എൻഡിൽ ഒരു ഫ്രെയിം വർക്ക് ആയിരിക്കും, അത് നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ മറ്റൊരു ഫ്രെയിം വർക്ക് ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ പ്രോഗ്രാമിനകത്തുനിന്ന് ഡാറ്റ പോകുന്നത് JSON ഫോർമാറ്റ് എന്നാണ് പറയുന്നത്. JSON ഫോർമാറ്റിലാണെങ്കിൽ ഏത് ഫ്രണ്ട് എൻഡിനും അത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കൊടുക്കുന്ന ഒരു രീതിയാണ് API എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉള്ളത് നന്നായിരിക്കും, കാരണം അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു കമ്പ്യൂട്ടർ സയൻസ് ഇന്റർവ്യൂ ഈസി ആയിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ. അതായത് ഒരു ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു പൈത്തൺ ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു പൈത്തൺ ജാങ്കോ ഡെവലപ്പർ, ഈ റോളുകളൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു.